ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് അതായത് ബയോളജിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രംസ്, അതായത് ഈ ഒരു ഡയഗ്രം എങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോയാൽ നിങ്ങൾക്കൊരു 10 to 15 മാർക്സ് കിട്ടും. എന്തായാലും ഷുവറായിട്ട് കിട്ടും. കാരണം അത്രയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഡയഗ്രാംസ് ആണ്. അപ്പം ചിലപ്പോൾ ഇത് ചോദിക്കാതിരിക്കാം, നമുക്കറിയത്തില്ല. ഒരു പ്രീവിയസ് ഇയേഴ്സിൻ്റെ ഒരു അനാലിസിസ് വെച്ചും അങ്ങനെയൊക്കെ വെച്ച് കണ്ടുപിടിച്ച കുറേ ഡയഗ്രാംസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കാതെ പോകരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അറിയാം, അതായത് ഒരു വിഷയം കൂടെ ഉള്ളൂ നിങ്ങൾക്ക്, അതായത് ബയോളജി ഉള്ളവർക്ക്. വേറെ വിഷയം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ബയോമാക്സ്, മാത്സ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പിന്നെന്താ ബയോ കമ്പ്യൂട്ടർ അങ്ങനെയുള്ളവർക്കൊക്കെ തീരാറായെന്ന് എനിക്കറിയാം. അപ്പം മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. കാരണം നമുക്ക് ഇത്രയും ദിവസം അവധി കിട്ടിയതാണ്. സോ 95+ സ്കോർ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നിങ്ങൾ കഷ്ടപ്പെട്ടാൽ സ്കോർ ചെയ്യാൻ പറ്റും. പറ്റാഴികയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ബയോളജിയിൽ ഉള്ളതെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻസ് സാമ്പിൾ പേപ്പർ നിങ്ങൾ ലൈക്ക് എല്ലാം ചെയ്യുക എന്നതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. അല്ലെങ്കിൽ അതിലൊരു സ്ട്രക്ചറും പാറ്റേണും നോക്കുക. പിന്നെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ എല്ലാത്തിൻ്റെയും സ്പെല്ലിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കേൾക്കാം. സോ അപ്പം മെയിനായിട്ട് ഉള്ള ഡയഗ്രാംസ് എന്ന് പറഞ്ഞാൽ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് അറിയാലോ, പ്രൈമറി സെക്സ് ഓർഗൻ, ടെസ്റ്റിസ് ആണ്. പിന്നെ ദ സെക്കൻഡറി ഓർ ആക്സറി സെക്സ് ഓർഗൻസ്, അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ അതിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് വൃത്തിക്ക് നോക്കാം. ഞാൻ കുറച്ച് നേരം അതിങ്ങനെ ആ ഒരു പിക്ചർ കാണിച്ചു തരാം. അപ്പം മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കിയിട്ടേ പോകാവുള്ളൂ. വരച്ച് പഠിക്കണം. അതായത് ഭയങ്കര ഡീറ്റെയിലിങ്ങിലോട്ട് പോകണ്ട, പക്ഷെ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിക്ക് നോക്കണം. അതായത് ഏതാണ് യൂറിനറി ബ്ലാഡർ, പിന്നെ ഏതാണ് യുറേത്ര, ഏതാണ് ടെസ്റ്റിസ്, ഏതാണ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്, യുറേത്ര ഏതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വൃത്തിക്ക് എന്ന് വെച്ചാൽ പ്രിസൈസ് ആയിട്ട് നോക്കിയിട്ട് പോകണം. അതായത് നമ്മൾ എന്തൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ട ഡീറ്റെയിൽസ്, അത് ഇത്ര എണ്ണം ഉണ്ട്, ഓക്കെ ഇതൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് എന്താ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ അതായത് ഏതൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് വൃത്തിക്ക് നോക്കണം. എന്നാലേ നമുക്ക് അതൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ ഓക്കെ ഇതൊക്കെ ഉണ്ട്. കാരണം നമുക്ക് ചിലപ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും മിസ് ഔട്ട് ആയാൽ അയ്യോ ഇതുകൂടെ ഉണ്ടല്ലോ, ഇത് എവിടെയാണ് വരയ്ക്കേണ്ടത്, എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ കുറയും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു റിപ്രൊഡക്റ്റീവ് സിസ്റ്റം വരയ്ക്കാൻ പറയുമ്പോൾ ഈ ഒരു കുറച്ച് 2-3 പോയിന്റ്സും നിങ്ങളും കൂടി എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈക്ക് ആ ഒരു ഫുൾ മാർക്ക് കിട്ടും. പടം വരയ്ക്കുന്ന വൃത്തിക്കാവണം, പക്ഷെ എല്ലാവർക്കും ഒരു ഡ്രോയിങ് സ്കിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ മാർക്കിംഗ് വൃത്തിക്ക് ചെയ്യുക. മാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കോംപ്രമൈസും വരുത്താൻ പാടില്ല. ഒരു ഡയഗ്രാം ഉണ്ടെങ്കിൽ അതിൽ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ മാർക്കിങ്സ് ആണ് വരുത്തിയിട്ടുള്ളത് അതെല്ലാം നിങ്ങളും പഠിക്കണം. ഓക്കെ, ഇനി മാമറി ഗ്ലാൻഡ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ യൂസസ്, അത് എങ്ങനെയൊക്കെയാണ്, മാമറി ഡക്റ്റ്, മാമറി ട്യൂബ്യൂൾസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളും നിങ്ങൾ വൃത്തിക്ക് നോക്കുക. ഇതിനും കുറേ അടയാളപ്പെടുത്താനുണ്ട്. അത് വൃത്തിക്ക് പഠിക്കുക. കാരണം അത്രയും പ്രിസൈസ് ആയിട്ട് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ പോലെ വരച്ചില്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല, മാർക്കിങ്സ് വൃത്തിക്കാക്കിയാൽ മതി, അല്ലെങ്കിൽ മാർക്കിങ്സ് കറക്റ്റ് ആക്കിയാൽ മതി. അതിൻ്റെ സ്പെല്ലിങ്സും കാര്യങ്ങളും ഒക്കെ നോക്കുക. എല്ലാത്തിൻ്റെയും യൂസ് നോക്കുക. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതെന്തിനാ, ഇതുകൊണ്ട് എന്താണ് യൂസ് ഉണ്ടാകുന്നത് നമ്മുടെ ബോഡിക്ക് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യം ആ ഒരു സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ സൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇനിയും അടുത്തത് എന്ന് പറയുന്നത് ഹ്യൂമൻ സ്പേം ആണ്. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഭയങ്കര എളുപ്പമുള്ള ഫിഗറാണ്. സോ അതുകൊണ്ട് നിങ്ങൾ തെറ്റിക്കരുത്. ആകെ കുറച്ച് മാർക്കിങ്സ് ഇതിൽ വരുന്നുമുള്ളൂ. അപ്പോൾ അത് വൃത്തിക്ക് പഠിക്കുക. കാരണം ചിലപ്പോൾ ഹ്യൂമൻ സ്പേം ആയിരിക്കും ചോദിക്കുന്നത്. അത് ചിലപ്പോൾ എന്ന് വെച്ചാൽ ഡിപ്പെൻഡ് ചെയ്യും, ഓരോ വർഷം ഓരോന്നായിരിക്കും ചോദിക്കുന്നത്. ഇനി നമുക്ക് സെക്ഷൻ ഓഫ് യങ് ആൻതർ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര എളുപ്പമുള്ള ഫിഗറാണ്, പക്ഷെ ഒന്ന് പഠിക്കുക ഏതൊക്കെയാണ് ഫിഗറിലുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, എപ്പിഡെർമിസ്, എൻഡോത്തിയം, മിഡിൽ ലെയർ, അങ്ങനത്തെ കുറേ, അതായത് ഫോർത്തും ഇന്നർമോസ്റ്റ് ലെയറിനെ പറ്റിയും പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് നോക്കുക. അപ്പം ഞാൻ ഫിഗർ കാണിച്ചേക്കാം, നമ്മുടെ സൈഡിൽ കാണിക്കാവേ. ഓക്കെ, ഇനി അനാട്രോഫസ് ovule. The ovule is a small structure attached to the placenta by means of stalk called funicle. The junction between an ovule and funicle is called hilum. An ovule is surrounded by one or more two protective envelopes called integuments.
സോ അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിൽ. ഇതും നല്ലൊരു ഫിഗറാണ്. എനിക്ക് ലൈക്ക് എൻ്റെ ലൈക്ക് ഇത് ചോദിച്ചിട്ടുള്ളത് കുറേ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതെല്ലാം വരച്ച് പഠിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഇത് പഠിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഫിഗേഴ്സ്, ഞാൻ കുറച്ച് ഫിഗേഴ്സ് ഇതിനകത്തുള്ളൂ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫിഗേഴ്സാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അത് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഓക്കെ, അതെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര വരയ്ക്കാൻ പാടുള്ള എല്ലാം പഠിക്കണം കേട്ടോ. ഞാൻ അതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് അതായത് സ്പെസിഫിക്കലി പറഞ്ഞതന്നേ ഉള്ളൂ. നിങ്ങളെല്ലാം പഠിക്കണം, പറഞ്ഞതന്നേ ഉള്ളൂ. ഓക്കെ, ഇനിയും ഒരു എംബ്രോയ്ഡറി സാക്ക്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ വൃത്തിക്ക് നോക്കുക. അത് ഞാൻ ഫിഗർ ഇവിടെ കൊടുത്തേക്കാം. ഇനി സ്പെമാറ്റോജെനസിസ്, അതായത് സ്പെമാറ്റോജെനസിസിൽ എങ്ങനെയാണ് സ്പേംസിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഏത് രീതിയിലൊക്കെയാണ്, കുറേ ജനറേഷൻ ടൈപ്പും കുറേ ഡിവിഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അതിൽ. ആ കാര്യങ്ങൾക്ക് വൃത്തിക്ക് നിങ്ങൾ നോക്കുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു എക്സ്പ്ലനേഷൻ എങ്കിലും നിങ്ങൾ നോക്കിയിട്ട് വേണം പോവാൻ. ഇനി ഓജെനസിസ്, എങ്ങനെയാണ് ഓവം ഉണ്ടാവുന്നത്, അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ഫിഗറും കാര്യങ്ങളും വൃത്തിക്ക് പഠിക്കുക. എന്തൊക്കെ ഡിവിഷനാണ് നടക്കുന്നത്, എത്ര പ്രാവശ്യമാണ് ഡിവിഷൻ നടക്കുന്നത്, അതൊക്കെ മെയിൻലി നോക്കിയിട്ട് പോവുക. അതിൻ്റെ ഫിഗർ ഞാൻ കാണിച്ചേക്കാം. ഇനി ഡൈ ഹൈബ്രിഡ് ക്രോസ്, അത് ഓൾറെഡി അറിയാമല്ലോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതും നിങ്ങൾ നോക്കിയിട്ട് വേണം പോവാൻ. അത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. F1 ജനറേഷൻ, F2 ജനറേഷനൊക്കെ വൃത്തിക്ക് പഠിക്കുക. പിന്നെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കാര്യങ്ങളും നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. കാരണം ചിലപ്പോൾ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അതൊക്കെ ഏറെക്കുറെ ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ന്യൂക്ലിയോസോം, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഭയങ്കര എളുപ്പമുള്ള ഫിഗറാണ്. പക്ഷെ എല്ലാം എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ DNA, പിന്നെ ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ട്, അതെന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. പിന്നെ കോർ ഓഫ് ഹിസ്റ്റോൺസ് മോളിക്യൂൾസ് മീൻസ് അതൊക്കെ മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി റിപ്ലിക്കേറ്റിംഗ് ഫോർക്ക്, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര സ്റ്റാർ ഇട്ടൊക്കെ ഞാൻ പഠിച്ചതാണ്. അപ്പോൾ അതും നിങ്ങൾ നോക്കിയിട്ട് വേണം പോവാൻ കേട്ടോ. യൂണിക് ആൻഡ് ഫിക്സ്ഡ് പോയിന്റ്, അതായത് DNA റിപ്ലിക്കേഷൻ, ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ, ഏതാണ് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ, എങ്ങനെയൊക്കെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത്, അതൊക്കെ വൃത്തിക്ക് നോക്കുക. അതിൻ്റെ ഫിഗറും ഞാനിങ്ങനെ കാണിക്കാം. ഇനിയും ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് ഓഫ് DNA, അതിന് എന്തൊക്കെ പ്രൊമോട്ടർ ഉണ്ട്, സ്ട്രക്ചറൽ ജീൻ ഉണ്ട്, ടെർമിനേറ്റർ ഉണ്ട്, അതൊക്കെ എന്താണ്, ഏത് രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്, അതൊക്കെ വൃത്തിക്ക് നോക്കണം. പിന്നെ ലാക്ക് ഓപ്പറോൺ കോൺസെപ്റ്റ്, അത് ഭയങ്കര വെരി വെരി ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അതും നിങ്ങൾ മനസ്സിലാക്കി തന്നെ പോകണം. എങ്ങനെയാണ് വരുന്നത്, ഏത് രീതിയിലാണ് ആ ഒരു ഇൻഡ്യൂസിങ്ങും ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, റിപ്രസർ എന്താണ്, ഇനാക്റ്റീവ് റിപ്രസർ എന്താണ്, അതും നോക്കണം. പിന്നെ മില്ലേഴ്സ് എക്സ്പെരിമെൻറ്റ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതൊരു കെമിക്കൽ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയതാണ്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിലൂടെ കുറേ നമുക്ക് ഔട്ട്കംസ് കിട്ടി. അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഇറ്റ് ഷോർട്ട് ദാറ്റ് നോൺ സെല്ലുലർ മോളിക്യൂൾസ് എക്സിസ്റ്റ് ഇൻ ദ ഫോം ഓഫ് DNA, RNA ആൻഡ് പ്രോട്ടീൻസ്, ഫോർമേഷൻ ഓഫ് ഫസ്റ്റ് നോൺ സെല്ലുലർ. അതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ അവർ തെളിയിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ഇതും നിങ്ങൾ പഠിച്ചു വെച്ചോ ഫിഗർ, അല്ലെങ്കിൽ ഫിഗർ വരച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇതെങ്ങനെയാണ്. ഇപ്പം ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ ഞാൻ ആദ്യം ഫിഗർ വരച്ച് പഠിക്കും, അതിനുശേഷം ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ വായിക്കും. അപ്പോൾ എനിക്കത് രണ്ടും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പലർക്കും അത് ഡിഫറെൻറ്റ് മെത്തേഡായിരിക്കും. ചിലവർ അത് ഡിസ്ക്രിപ്ഷൻ വായിച്ചതിന് ശേഷം അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനൊരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നത് എന്ന് പറയും. ഒരു ആൻറ്റിബോഡി മോളിക്യൂളിൻ്റെയും ഫിഗറും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഞാനിതിൽ കാണിക്കാം. പിന്നെ ബയോഗ്യാസ് പ്ലാന്റ്, ദാറ്റ്സ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതും ഞാൻ സ്ക്രീനിൽ തന്നെ കാണിക്കാം. പിന്നെ ബയോ റിയാക്ടർ, ഇതിനെ പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വേഗം ഇതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെങ്കിലും എല്ലാം നോക്കിയിട്ട് പോകണം. ബയോ റിയാക്ടർ, എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അഗ്രോസെൽ ഇലക്ട്രോഫോറസിസ്, അതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതും നിങ്ങൾ സെപ്പറേറ്റിംഗ് DNA ഫ്രാഗ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ ദെയർ സൈസ് ആൻഡ് നെറ്റ് ഇലക്ട്രിക് ചാർജസ്, അതാണ്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ നോക്കണം. പിന്നെ എന്താ ഉള്ളത്. സോ ഇപ്പം ഇനിയും നമുക്ക് PBR322 ആണ്. ഇത് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്ലോണിങ് വെക്ടർ ആണ്, ഡെവലപ്ഡ് ഇൻ 1977. അപ്പോൾ അതാണ് നമുക്ക്
വേറെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യം, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എല്ലാം നോക്കി വെക്കുക, എന്തൊക്കെയാണ് എഴുതണ്ടേന്നുള്ളത്. അതിന് ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ട്രിക്ക് വെച്ചിട്ടായിരുന്നു പഠിക്കുന്നത്. ബാമച്ച്, സാൽ 1, PVU 2, ഇവിടെ എങ്ങനെ എത്ര, അതായത് ഈ വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കണമല്ലോ. 1 2 3 4 5 6 7 2 4 6 8 ലൈൻസ് വരയ്ക്കുക, അതിൽ ഡിവിഷൻ കൊടുക്കുക, അതിൽ എവിടെയൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്നൊക്കെ. ഇത് നമ്മൾ ശരിക്കും ബൈഹാർട്ട് ചെയ്ത് വരച്ച് പഠിക്കേണ്ട കാര്യമാണ്. PST PVU അതിനൊക്കെ കുറച്ച് ട്രിക്കൊക്കെ വെച്ച് പഠിക്കുക. എൻ്റെ ട്രിക്സൊക്കെ ഭയങ്കര വിയേർഡായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. കാരണം അല്ലെങ്കിൽ ഇത് ഓർമ്മയിരിക്കില്ലല്ലോ ഈ ഫിഗറിൻ്റെ. ഇനി റിട്രോ വൈറസ്, HIV വൈറസിൻ്റെ ലൈഫ് സൈക്കിൾ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഞാൻ സ്ക്രീനിൽ കാണിക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. ഇനി ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം വിവാക്സ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് 2 ഹോസ്റ്റ് വേണം, മോസ്കിറ്റോ വേണം, ഹ്യൂമൻ വേണം. ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരു ഇൻഫെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവുന്നത്, റപ്ചർ ആവുന്നത് എന്നുള്ളതാണ്. അപ്പം പ്ലാസ്മോഡിയം വിവാക്സിൻ്റെ ലൈഫ് സൈക്കിളുമാണ് ബാക്കി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങളിത് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ, ഇത് വരച്ച് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. ബാക്കിയും കുറേ ഫിഗേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ ആദ്യം ഫസ്റ്റ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇതും ഇതിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഡീറ്റെയിൽസും വരച്ച് പഠിച്ചിട്ട് വേണം നമ്മുടെ എക്സാമിലേക്ക് പോകാനായിട്ട്. ഇനിയും നമുക്ക് കുറച്ച് ദിവസങ്ങളും കൂടി ഉണ്ട്. വൃത്തിക്ക് നല്ല രീതിയിൽ പഠിച്ച് നമുക്ക് നല്ല മാർക്ക് കിട്ടാവുന്ന സബ്ജക്റ്റാണ് ബയോളജി. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറേ ഫിഗേഴ്സ് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. സോ അത്രയേ ഉള്ളൂ. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കിട്ടുന്ന ഇൻഫോർമേഷൻസ് മാക്സിമം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ എനിക്കറിയാം കീമിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. പിന്നെ ഞാൻ ഓർത്ത് ബയോളജി എക്സാംസിൻ്റെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കീമിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ പോകാമെന്ന് വെച്ചു. യെസ്, ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.